ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ് കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് ചുറ്റുപാടുമൊക്കെ ഒന്ന് നോക്കി, വെറുതെ വെളിയിലോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് നേരെ എന്താ പറയണ്ടേ, അടുക്കളയിലോട്ട് വെച്ച് പിടിച്ചു. അച്ഛൻ രാവിലെ ചോറ് കൊണ്ടുപോകുന്നതുകൊണ്ട് അമ്മ നേരത്തെ എഴുന്നേൽക്കും. അമ്മ എഴുന്നേറ്റ് അവിടെ പണിപ്പുരയിലാണ് ദോശ ഇട്ടുകൊണ്ടിരുന്ന ദോശക്കല്ല് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ചായ ചൂടാക്കാൻ വെച്ചു. അങ്ങനെ ചായ ചൂടാക്കിയിട്ട് ഞാൻ ആ ചായ കുടിച്ചു. ഒപ്പം തന്നെ ഞാൻ ദോശയും കൂടെ ചുടുന്നുണ്ടായിരുന്നു. ആ പണി ഞാൻ ഏറ്റെടുത്തു. അമ്മ നമ്മുടെ അവിടെ ഒരു കോവയ്ക്ക പിടിച്ചു. ആ കോവയ്ക്ക മീൻ വറുക്കുന്നതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്ത് ബേസിക് മസാലയിൽ മീൻ പുരട്ടി വെച്ചു. അപ്പം പാത്രങ്ങൾ കഴുകി വെക്കുന്നത് അമ്മയ്ക്ക് അത് നിർബന്ധമാണ്. അപ്പോൾ പാത്രം കഴുകി വെച്ചു. ഞാൻ ദോശ ഇട്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ കാശിക്കുട്ട എഴുന്നേറ്റായിരുന്നു കേട്ടോ. ഞാനങ്ങനെ കാശിക്കുട്ടൻ്റെ അടുത്തോട്ട് വന്ന് അവനെ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നപ്പോൾ അമ്മ ബാക്കി ദോശ ഇടുന്നു. അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് പിന്നെ ഞാനത് വാങ്ങിച്ചു. പിന്നെ ആ ഇടയ്ക്കമ്മ തോരനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് എണ്ണ ചട്ടി വെച്ചു. എണ്ണ ചൂടാക്കി നേരെ ഞാൻ മുളകാണ് ഇട്ടത്. എന്താണെന്ന് ചോദിക്കരുത്, മുളകാണ് ഞാൻ ഇട്ടത്. അതിനുശേഷം മീൻ വറുക്കാൻ സാധാരണ നമ്മൾ മീൻ വറുക്കുന്ന കണക്ക് തന്നെ ഇട്ട് മീൻ വറുക്കാനൊക്കെ വെച്ചു. ബാക്കി കോവയ്ക്കയും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കേട്ടോ. കോവലൂടെ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് വെച്ചു. അങ്ങനെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് മീൻ വറുത്തെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒറ്റ കൈ കൊണ്ട് സാഹസപ്പെട്ട് അത് തിരിച്ചിടാൻ നോക്കുകയാണ്. പക്ഷേ നടന്നില്ല. ഞാൻ വീണ്ടും ക്യാമറ ഓഫാക്കിയിട്ട് തിരിച്ചങ്ങിട്ടു. പിന്നെ ഒരാഡംബരത്തിന് മീൻ കുറവായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പുറത്തുനിന്ന് ഒരു അമ്മമ്മ വന്നിട്ട് അമ്മമ്മയോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ വീട്. പിന്നെ അവരുമായിട്ട് കാര്യം പറഞ്ഞ് ഞങ്ങളിങ്ങനെ പാചകമൊക്കെ ചെയ്യും. പിന്നെ അച്ഛനമ്മ ചോറ് പാക്ക് ചെയ്തു. ചീരപ്പേരി അതൊക്കെ വെച്ചിട്ട് ചോറടച്ച് വെച്ചിട്ട് അച്ഛന് കൊടുത്തു. ഞാൻ കാശി ആ ഗ്യാപ്പിൽ വന്ന് പല്ലേക്കാൻ വിളിക്കുക. അപ്പോൾ ആൾക്ക് ഒരു കൊഞ്ചൽ. അങ്ങനെ അവനെ എടുത്തിട്ട് പോയിട്ട് അവനെ TV കണ്ടുകൊണ്ട് കിടക്കുക കേട്ടോ. പല്ലേക്കാൻ വിളിക്കുന്നു. അവിടെ അച്ഛൻ അപ്പച്ചിയോട്, അമ്മയുടെ അപ്പച്ചി കേട്ടോ അത്, കാര്യം പറയുന്നു. കാശി അതിൻ്റെ ഇടയിൽ വന്നിട്ട് പല്ലേക്കാണ്. ചുമ്മാതെ ബാക്കി ഞാനത് ഏൽപ്പിച്ചു കൊടുത്തത്. അച്ഛൻ പോയി നേരെ പിന്നെ അടുക്കളയിലോട്ട് വെച്ചപ്പോൾ അമ്മ ചക്ക ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ചക്കയും ഇന്നലത്തെ ചക്കക്കുരു മാങ്ങയും കൂടി ഇട്ട് വെച്ച കറി ചൂടാക്കുകയാണ്. അതും ചൂടാക്കി ചക്കയും വെച്ചു. ഞാനൊരു ദോശ എടുത്ത് സാമ്പാറും കൂട്ടി കഴിച്ചു. കാശ് ഇവിടെ എന്തോ കാണിച്ചിട്ട് പോവുക, ഞാൻ നോക്കുക എന്താന്ന്. അങ്ങനെ ദോശ കഴിച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അമ്മ ഗ്യാപ്പിൽ ചക്കയൊക്കെ ഇളക്കുന്നുണ്ട്. പിന്നെ നേരെ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ്. ഇത് കഴുകിയിട്ട് തോരാൻ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങനെ അത് കഴുകുകയാണ്. അപ്പം അപ്പുറത്തെ അമ്പാടി വന്നിട്ട് എന്തോ കണ്ടോ എന്നൊക്കെ ചോദിക്കുക, ഞാൻ മറന്നുപോയി. പിന്നെ ബെഡ്റൂമൊക്കെ വന്നൊന്ന് ഒതുക്കിയിട്ട് ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നേരെ അമ്മ ദാണ്ട് റെഡിയായിട്ട് ഇരിക്കുക കേട്ടോ. അമ്മ ഇവിടെ തൊട്ടടുത്ത് ഒരു കാവുണ്ട്, അവിടെ പോകാൻ വേണ്ടിയിട്ട് അമ്മ റെഡിയായിട്ടിരിക്കുക. ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ പോടി വീഡിയോ എടുക്കാതിരിക്കാൻ പറയാം. പിന്നെ ഇവരുടെ കൂടെ ഒന്ന് വീഡിയോ എടുത്തിട്ട് അമ്മ പൂവൊക്കെ പറിച്ചിട്ടാട്ടോ അങ്ങോട്ട് പോകുന്നത്. പ്രതിഷ്ഠ വെച്ചിട്ട് 40 എത്ര ദിവസം കഴിഞ്ഞ് തുറന്നേ. പിന്നെ ഞാൻ ദാണ്ടേ ഈ 2 കുട്ടീസിൻ്റെ കൂടെ ഡേ സ്പെൻഡ് ചെയ്യാൻ പോവാം. അപ്പോൾ ഓക്കെ, ബൈ.